തിളച്ചോണ്ടിരിക്കുകയാണ്. കേട്ടില്ല. ജംഗിൾ ട്രാവലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എൻ്റെ സ്വന്തം നാട്ടിലെ ഒരു കല്യാണമാണ്. ആ കല്യാണ വീട്ടിലെ കുറേ വിശേഷങ്ങളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. നമ്മുടെ സ്വന്തം കൂട്ടുകാരൻ്റെ കല്യാണം, അവൻ്റെ ആദ്യത്തെയും അവസാനത്തെയും കല്യാണമാണ്. അവൻ്റെ ഈ കല്യാണത്തിന് നാട്ടിൻ പുറത്തെ കല്യാണമാണ്. തലേദിവസം മുതലുള്ള ഫുഡും കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ പറഞ്ഞ് ഞാൻ കൊള്ളാക്കള്ള, നേരെ നമുക്ക് കല്യാണ വീട്ടിലേക്ക് പോവാം. ഓക്കെ, വാ. കല്യാണത്തിൻ്റെ തലേദിവസം വീടൊക്കെ പന്തലിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അടുത്ത റിലേറ്റീവ്സിന് വേണ്ടിയുള്ള ചോറും കറികളൊക്കെ ഇവിടെ റെഡിയാണ്. അവരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോറ്, പന്നി റോസ്റ്റ്, കാളൻ, അച്ചാർ, അങ്ങനെ വിഭവസമൃദ്ധമായൊരു സദ്യ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ആളുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മുടെ യാത്ര നേരെ കലവറയിലേക്കാണ്. കലവറയിൽ നമ്മുടെ ഏഷ്യാഡും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഈശോപ്പൻ. ഈശോപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കരയിൽ അറിയാത്ത ആരും ഇല്ല. നീയാണോ ഇവിടെ ഏഷ്യാഡിനൊക്കെ? ഞാനാണ് ഉണ്ടാക്കുന്നത്. ഇവര് ഏഷ്യാഡിനൊക്കെ ഇന്ന് ഓക്കെ, വെള്ളത്തിന് ഒരു കുറവായിരിക്കും നോക്കിയാറും. അതെ, ഇവിടെ നല്ല സൂപ്പറായിട്ട് മുടനെഞ്ച് തിളച്ചോണ്ടിരിക്കുകയാണ്. ഈശോപ്പൻ നമ്മുടെ നാടിൻ്റെ അഭിമാനം ഇവിടെ നിളക്കുന്നുണ്ട്. പക്ഷേ ഈ ഏഷ്യാഡ് ഇളക്കണുണ്ട്. ഇപ്പോൾ ഈശോപ്പന ഉണ്ടാക്കണേ നിങ്ങളാരും തെറ്റിദ്ധരിക്കണേ. ഇതിൻ്റെ ആളത് ഷീലാമ്മ ചേച്ചി കേട്ടോ. ഷീലാമ്മ ചേച്ചിയുടെ അടിപൊളി, ഷീലാമ്മ ചേച്ചി നല്ലൊരു കുക്കാണ്. പുള്ളിക്കാരത്തിൻ്റെ പന്നി ഫ്രൈ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും അടിപൊളി ഒരു സംഭവം കേട്ടോ. എന്തായാലും നമുക്ക് അതൊരു ദിവസം പരീക്ഷിക്കാം. എന്തായാലും ഈശോപ്പൻ വളരെ കാര്യമായിട്ട് ഇവിടെ നിന്ന് വിറകെടുപ്പിൽ എല്ലാ സംഭവം റെഡിയാക്കേണ്ട. ഇതൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ പ്രവാസിയായ ഒരു മലയാളി ഇവിടെ ഉണ്ട് കേട്ടോ. മലയാളി എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഏറ്റവും അടുത്ത ചങ്ക് ബ്രോ ബേസിലുണ്ട് ഇവിടെ. ഇവൻ ഏഷ്യാഡിൻ്റെ ചോട്ടിൽ പോയിട്ടില്ല, കാരണം ഗൾഫിൽ നിന്ന് വന്നിട്ട് ഏഷ്യാഡ് തിന്നാൻ വേണ്ടി മാത്രം നിങ്ങളുടെ കൊതിയന കപ്പ സെറ്റപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഏഷ്യാഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും എല്ലാണ് മുളനഞ്ചാണ് വേണ്ടതെന്ന് പറയും. പക്ഷേ ഏഷ്യാഡിൻ്റെ ഏറ്റവും മെയിൻ സാധനം എന്ന് പറയുന്നത് ഈ കപ്പയാട്ടോ. ഈ കപ്പ ഇതുപോലെ പുട്ടുപോലുള്ള പൊടിയുന്ന കപ്പയാണ് ഏഷ്യാഡിന് ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും കപ്പ ഇവിടെ വാങ്ങി വെച്ചിട്ട് നമ്മൾ വന്നപ്പോൾ കുറേ കുട്ടി ഷെഫുമാരുണ്ട്. അവരാണ് ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് പേര് പറഞ്ഞാ? അബിഹേൽ, ആൽബർട്ട്. അതെ, ആൽബർട്ട് അബിഹേലും ഉണ്ട്. ഇവരെ നല്ല ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഇനി ഒന്നും നോക്കണ്ട. അങ്ങനെ ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകണം. 10 തേങ്ങയുടെ വറുത്തരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഇടാൻ പോകണം അതിനകത്ത്. ഇളക്കി കൊടുക്കണ ബേസിലെ ഒന്ന് ആവിയായിരിക്കട്ടെ. ജസ്റ്റ് കപ്പ കുടിച്ചോണ്ടിരിക്കുന്നത് എന്താ പൊട്ടിക്കും. മുകളിലോട്ടേക്ക് നമ്മൾ കോക്കിമാരല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതിലും അതിലപ്പുറം ചെയ്തില്ല. പിന്നല്ല, അതെ, കോക്കിമാരുടെ അല്ലാത്ത ഏഷ്യാഡാണ് ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരും ടേസ്റ്റ് ചെയ്യേണ്ടത്. കല്യാണ ചെറുക്കൻ ഉൾപ്പെടെയുള്ളവരോട് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ കൊടുക്കണുള്ളൂ. ചേട്ടനുണ്ടോ, നമ്മൾ ഇവിടെ കാറ്ററിങ്ങിൻ്റെ പരിപാടിക്ക് വന്നേക്കാണ്. പുള്ളിയുടെ വണ്ടിയുണ്ട് ഇവിടെ. സംഭവങ്ങളെല്ലാം കൊണ്ടുപോകാനും പിടിക്കാനൊക്കെ പുള്ളിയുടെ വണ്ടിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുടെ കാറ്ററിങ്ങിലേക്ക് പോകണം. നിറയെ സവോള തൊണ്ടൊക്കെ പൊളിച്ച് നല്ല അടിപൊളിയായിട്ട് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അരിയുമാണ് ഇവിടെ. സവോള അരിയാനും എല്ലാത്തിനുമൊക്കെ നമ്മുടെ ബേബിച്ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. ഹായ് പറഞ്ഞേരെ. ദേ വിസാത്ത നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ എല്ലാ സാധനവും ഇവിടെ അരിഞ്ഞെല്ലാം റെഡി ആക്കി. നമ്മുടെ കല്യാണത്തിനുള്ള എല്ലാ പരിപാടികളും ഇവിടെ സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള എന്തൊക്കെയാണ് ഈ കലവറയിൽ നടക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി കാണാം. ഇവിടെ തലയിലൊരു കെട്ടൊക്കെ കെട്ടി നമ്മുടെ സ്വന്തം അവറാച്ചൻ ചേട്ടൻ ഷെഫ് ഇവിടെ ഉണ്ട്. അവറാച്ചൻ ചേട്ടൻ നല്ല ബീഫ്, അവറാച്ചേട്ടൻ ഈ ബീഫ് കല്യാണത്തിനുള്ള ബീഫ് പെരളൻ നല്ല അടിപൊളിയായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവറാച്ചേട്ടൻ്റെ കൂടെ നമ്മുടെ ബീച്ചേട്ടനുണ്ട്. ബീച്ചേട്ടൻ നമ്മുടെ ഇവിടെ ചോറ് എന്തോ എന്നുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കല്യാണ തലേന്നുള്ള പരിപാടി. ഏഷ്യാഡ് കഴിഞ്ഞിട്ട് ചോറ്, ബീഫ്, മീൻ കറി, പിന്നെ കാളൻ, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. നാളെ എന്നാ കല്യാണത്തിന്? നാളെ ചിക്കൻ റോസ്റ്റ്,
സലാഡ്, അച്ചാറ്, പിന്നെ പണിയെടുത്ത് വേർത്തകളുണ്ടോ? ഇത്ര ദിവസം വീഡിയോയ്ക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ അങ്ങനെ വേർത്തിട്ടൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ സ്വന്തം പണിയായതുകൊണ്ട് അത്യാവശ്യം വേർത്ത് കുളിച്ചാലും നിൽക്കേണ്ട. എന്നാലും ഇതാണ് നമ്മുടെ കാറ്ററിങ്ങിൻ്റെ കലവറ സംഭവമാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സംഭവം. ഇത് സലാഡിനുള്ളതാണ്. കുക്കുംബർ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, തക്കാളി ഉണ്ട്, സവോളയുണ്ട്. ഇതെല്ലാം കൂടി അരിഞ്ഞൊരു സലാഡാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ആളുകളൊക്കെ എത്തി തുടങ്ങി. കല്യാണത്തിൻ്റെ തലേദിവസത്തെ ചടങ്ങുകൾ എല്ലാം തുടങ്ങുവാണ്. നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം. അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. മധുരം വെക്കട്ടെ? കേട്ടില്ല. മധുരം വെക്കട്ടെ? കേട്ടില്ല. മധുരം വെക്കട്ടെ? ആ വെച്ചോ. പഴം അതുകൊണ്ട് വെച്ചു രണ്ടുപേരും ആലോചിച്ചു. என் ஃப்ரெண்ட்ஸ் இருக்கானுங்க. நாங்க ஒரு நரி கூட்டம். எங்களை பத்தி உங்களுக்கு முழுசா தெரியாது. நீ பண்ற ஏன் பரவாயில்ல. உங்களை நாணிக்க சொன்னானுங்க. இல்ல மச்சான், நாமளாம் ஒன்னாவே இருப்போம், கடைசி வரைக்கும் ஃப்ரெண்ட்ஸாவே இருப்போம், போனை விட்டு போக மாட்டேன்னு சொன்னானுங்க. പാനി ഒഴിക്കും മോനെ. പാൻ അത് തന്നെ പുള്ളി പാനിയുടെ നക്കി വടിച്ച കുറച്ച് പേര് ഇവിടെ ഇരിപ്പുണ്ട്. ആഘോഷം കാണിച്ചേ. അതിന് ഗോഷ്ടി കാണിക്കുന്ന ആയിരുന്നില്ല. ഭാവവുമായി പുളകം ചൊരിയുന്നു.